ഡൗ തിയറി ട്രേഡിങ്ങിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡൗ തിയറി. മെയിനായിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും പൊതുവെ യൂസ് ചെയ്തു വരുന്ന ഒരു തിയറിയാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു തിയറി. എന്നാൽ നമുക്ക് അതിനകത്തോട്ട് കിടക്കാം. സിമ്പിൾ തിയറി ഉപയോഗിച്ച് ഞാൻ എടുത്തൊരു ട്രേഡാണ്. 1:5 റിസ്ക് റിവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിൾ ഡൗ തിയറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് എടുത്തൊരു ട്രേഡാണ്. ഇത് എങ്ങനെ എടുത്തതെന്നും ഇത് ഏത് മാർക്കറ്റ് കണ്ടീഷനിലാണ് വർക്ക് ആവുന്നതെന്നും ഇത് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ഡൗ തിയറി? ഡൗ തിയറി എന്താണ്? ഇപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് ഈ ഒരു തിയറിയുടെ ബേസിലാണ് ആ ട്രേഡ് എടുത്തേക്കണം. എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഫാദർ ഓഫ് ഡൗ തിയറി ചാൾസ് എച്ച് ഡൗ. ഈ വ്യക്തിയാണ് അത് കണ്ടുപിടിച്ചത്, ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തത്. ഡൗ തിയറി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിളാണ്. അത് മാർക്കറ്റിൻ്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ വേണ്ടി ചാൾസ് എച്ച് ഡൗ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ചാണ്. ഇത് നമ്മൾ ടെക്നിക്കൽ അനലൈസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. മാർക്കറ്റ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ടും ഈ തിയറി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾസിലോട്ട് കടക്കും. മാർക്കറ്റ് റിഫ്ലക്ട് ഓൾ ഇൻഫർമേഷൻ. ഈ പോയിന്റ് എന്താണ് നമുക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, ഒരു ഇലക്ഷൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡാറ്റ, ഒരു കമ്പനിയുടെ ക്വാർട്ടർ റിസൾട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ്സ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ബുള്ളിഷ് ആണെങ്കിൽ അത് ഗ്രീഡി മാർക്കറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ബെയറിഷ് ആണെങ്കിൽ ഇച്ചിരി ഫിയർ മാർക്കറ്റാണ്. തിയറി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 ടൈപ്പ് ഓഫ് ട്രെൻഡ് ഇവിടെ പറയാനുള്ളത്. പ്രൈമറി ട്രെൻഡ്, ലോങ് ടൈം മൂവ്മെന്റ്സ് ലാസ്റ്റിംഗ് ഫോർ സെവറൽ മന്ത്സ് ടു ഇയർ, ബുൾ ഓർ ബെയർ മാർക്കറ്റ്. പ്രൈമറി ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് കണ്ടീഷൻ, ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഒരു മാസങ്ങൾ തൊട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു റണ്ണാണ്, ഒരു റാലി ആണെന്നുണ്ടെങ്കിൽ, അപ് ട്രെൻഡിലോട്ടോ ഡൗൺ ട്രെൻഡിലോട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈമറി ട്രെൻഡ്. ഈ കാണുന്നത് BTCയുടെ സ്പോട്ട് ചാർട്ടാണ്, വീക്ക്ലി ചാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ബിറ്റ് കോയിൻ്റെ 2023 തൊട്ട് 2024 ഇപ്പോൾ വരെ ഇതൊരു അപ് ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കാം. പ്രൈമറി ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൊരു ലോങ് പീരീഡ് എടുത്ത് നോക്കുമ്പോൾ അത് ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നാണ് പ്രൈമറി ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ബുൾ റൺ തുടങ്ങി അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് എത്തി. അപ്പോൾ ഒരു കറക്ഷൻ വരും. അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് വരും, അവിടെ സെല്ലിങ് നടക്കും, അവിടെ ഒരു കറക്ഷൻ സംഭവിക്കും. ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ. അതിനെയാണ് സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി ട്രെൻഡിൻ്റെ എക്സാമ്പിൾ നോക്കാം. എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഈ ട്രെൻഡിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് പുൾ ബാക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, കറക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഈ അപ് ട്രെൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ കറക്ഷൻസ് കാണുന്നുണ്ടോ, ഇതുപോലെ ആഴ്ചകളോളം. ഇത് ജാനുവരി 7 തൊട്ട് ജാനുവരി 23 2 3 ആഴ്ചകളോളം ഇങ്ങനെ ഒരു കറക്ഷനിലായിരുന്നു മാർക്കറ്റ്. അതിനെ സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇനി മൈനർ ട്രെൻഡ് വരും. മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത് ഡെയിലി ഉള്ള ട്രേഡേഴ്സ് ട്രേഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് മൈനർ ട്രെൻഡ് എന്ന് പറയാൻ പറ്റും. 1 അവറിലോട്ട് നോക്കാം. ഈ കാണുന്ന ഫ്ലക്ച്വേഷനാണ് മൈനർ ട്രെൻഡ്. ഒരു ദിവസം ഇപ്പോൾ ജൂൺ 1 തൊട്ട് ജൂൺ 2 വരെയോ 2 തൊട്ട് ജൂൺ 3 വരെയോ എടുത്തു കഴിഞ്ഞാൽ ആ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 3 തരം ട്രെൻഡുകൾ. ട്രെൻഡ് ഫേസസ് ഉണ്ട്. ഇനി അക്യുമുലേഷൻ ഫേസ് ഉണ്ട്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഉണ്ട്. അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ അപ്പോഴത്തെ ആ സ്ക്രിപ്റ്റിന്റെ നിലയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യം പോലെ ഇരിക്കും അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സ്റ്റോക്ക് നല്ല ബുള്ളിഷ് ആണ്, നല്ല മൊമെന്റം ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ബയേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിരിക്കും. നല്ലൊരു മൂവ്മെന്റ് ഒരു സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല രീതിയിൽ മൊമെൻ്റം ഉണ്ടാകുന്നത് മാർക്കറ്റിൽ. കാണുമ്പോൾ നമ്മൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് എന്ന് പറയും. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെന്ന് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നോക്കും. നമ്മയും കൂടി ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റിന് ഇത്തിരി കൂടി സ്ട്രെങ്ത് കൊടുക്കും. അതാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഈ വന്നേക്കുന്ന ട്രെൻഡില്ലേ, ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ആ ഒരു ട്രെൻഡ് അവസാനിക്കാറായി റിവേഴ്സൽ ആവാറാവുമ്പോൾ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ആ ഒരു ട്രെൻഡിൻ്റെ പീക്കിൽ സെൽ ഓഫ് നടക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്ത് ആ ട്രെൻഡിനെ താഴത്തോട്ട് കൊണ്ടുവരും, അതൊരു കറക്ഷനിലോട്ട് വരും എന്നാണ് പറയുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഇൻഡെക്സ് മസ്റ്റ് കൺഫേം ഈച്ച് അതർ എന്ന് പറയുമ്പോൾ ഒരു വാലിഡ് ട്രെൻഡ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി 50 ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. അത് വാലിഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും കൂടി ആ ഒരു റിവേഴ്സൽ കൺഫേം ചെയ്യണം. പിന്നെ ഡൗ തിയറി വെച്ച് ട്രെൻഡ് റിവേഴ്സൽ, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അണ്ടർ റിവേഴ്സൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഉണ്ട്. ഇതിനകത്ത് ട്രെൻഡ് റിവേഴ്സൽ ആവാൻ പോകുമ്പോൾ മാർക്കറ്റ് കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് കണ്ടാൽ അത് റിവേഴ്സ് ചെയ്യാൻ പോകണമെന്ന് മനസ്സിലാവും. ഇതിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലും ഉണ്ട്, ആക്ച്വൽ ട്രെൻഡ് റിവേഴ്സലും ഉണ്ട്. ഷോർട്ട് ടേം കറക്ഷൻസ് ഉണ്ട്, ആക്ച്വൽ ട്രെൻഡ് റിവേഴ്സൽ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട്
ഡൗ തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഷോർട്ട് ടൈം കറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡിൻ്റെ മുകളിൽ ചെന്നിട്ട് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടാകും. അതിനാണ് ഷോർട്ട് ടേം കറക്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സുകളിലെല്ലാം ആ ഒരു കറക്ഷൻ അതുപോലെ തന്നെ ആ റിവേഴ്സൽ അതുപോലെ തന്നെ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കൺഫർമേഷനായി. അപ് ട്രെൻഡിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ് ട്രെൻഡ് ആകുമ്പോൾ ആ ഒരു അപ് ട്രെൻഡിൽ ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും, ഹയർ ഹൈ ഉണ്ടാവും, ഹയർ ലോ ഉണ്ടാവും. ഇത് എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക് ഇതിലൂടെ. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പീക്ക് പ്രൈസ് ഓഫ് ആൻ അസറ്റ് അറ്റ് എ പീരീഡ് ഓഫ് ടൈം എന്ന് വേണേൽ പറയാം. ലോ എന്ന് പറയുമ്പോൾ ഒരു പീരീഡിലുള്ള ആ അസറ്റിൻ്റെ പ്രൈസ് ഏറ്റവും താഴ്ന്ന വിലയാണ് ലോ എന്ന് പറയാം. ഹയർ ഹൈ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഹൈൻ്റെ മുകളിലൊരു ഹൈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിനെ ഹയർ ഹൈ എന്ന് പറയുന്നു. ഹയർ ലോ, ഇനി നമുക്ക് ഹയർ ലോനെ പറ്റി സംസാരിക്കാം. ഹയർ ലോ എന്ന് പറയുമ്പോൾ ഒരു ഹയർ ഹൈയുടെ കറക്ഷൻ എന്ന് വേണേൽ പറയാം. ഇത് ലോ ആണ്, ഇത് ഹൈ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടായിട്ടുണ്ട്. ഹയർ ലോ എന്ന് പറയുമ്പോൾ എന്താ, ലോയുടെ മുകളിലും ഹൈയുടെ താഴെ, അതുകൊണ്ട് തന്നെ ഹയർ ലോ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് ഇച്ചിയും കൂടി മനസ്സിലാവും. ഇവിടെ ഈ സ്ട്രക്ചറിൽ ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. ഈ ഹൈയുടെ മുകളിലൊരു ക്ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ മുമ്പിലോട്ട് പോയി ഒരു ഹയർ ഹൈ ഉണ്ടാക്കി. പിന്നെ ഒരു കറക്ഷൻ താഴത്തോട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോയി ഒരു ഹയർ ഹൈ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ട്രെൻഡ് ഇവിടെ വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഈക്വൽ ഹൈ ആയി. അപ്പോൾ അതൊരു ഡബിൾ ടോപ്പ് എന്ന് നമുക്ക് പറയാം. ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ പാറ്റേൺ, ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ. ശരിക്കും ഈ ഡൗ തിയറി വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി ഈ മാർക്കറ്റ് തിരിയാൻ പോണെന്ന് എങ്ങനെയത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ ഹൈ ഉണ്ടാകും. അണ്ടത് താഴത്തോട്ട് ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആ മാർക്കറ്റ് റിവേഴ്സൽ ആയി നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സെറ്റപ്പിൽ ഒരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ ലോ, ഹയർ ഹൈ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് ഈ മാർക്കറ്റ് എങ്ങാടാ പോയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് നേരെ മാർക്കറ്റ് ബെയറിഷ് ആവുക. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ട്രെൻഡ് റിവേഴ്സ് ആയി. ഇപ്പോൾ ആ ഒരു ഈക്വൽ ഹൈ കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ താഴത്തോട്ട് ട്രെൻഡ് ചേഞ്ച് സംഭവിച്ചു. ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് വന്നു. ഇവിടെ നമുക്ക് കാണുന്നത് ചെറിയ പേരുകളിലൊക്കെ ചെറിയ വ്യത്യാസം കാണാം. ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഇവിടെ ഒരു ലോയിൽ തുടങ്ങി അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈനേലും താഴെയാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തത്. ഈ ലോയിനേലും താഴെ, അപ്പോൾ അതിനെ ലോവർ ലോ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. എന്നിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈയുടെ താഴെയാണ്, ലോവർ ലോക്ക് മുകളിലാണ്. അപ്പോൾ അതിനെ ലോവർ ഹൈ നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അത് വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെയും ആ സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്കായി ഈ ലോവർ ലോയുടെയും താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. എപ്പോഴും ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നാൽ മാത്രമേ അതൊരു ലോവർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അതിനെ ഒരു ഡൗൺ ട്രെൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും ലോയിനെ എൽ എന്നും ഹൈനെ എച്ച് എന്നും. അതിന് മാറ്റമില്ല. ലോവർ ഹൈനെ എൽ എച്ച് എന്നും ലോവർ ലോനെ എൽ എൽ എന്നും നമുക്ക് പറയാൻ പറ്റും. ഇതിനും നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ചാർട്ടിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ നമുക്കൊന്ന് ലേബൽ ചെയ്ത് നോക്കാം. ഇത് ഹൈ, ഇത് ലോ, ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ, ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ, ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ, ഇതൊരു ലോവർ ഹൈ. ഈ ട്രെൻഡ് റിവേഴ്സ് ആവണമെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാണ്ട് ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യണം. ഈക്വൽ ലോ. അപ്പോൾ നമുക്കതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഡബിൾ ബോട്ടം. അങ്ങനെ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രെൻഡ് റിവേഴ്സ് ആകാറായി എന്ന് നമുക്ക് മനസ്സിലാവും. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ്. എന്നിട്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഇതൊരു ലോ ആയി, ഇതൊരു ഹൈ ആയി, ഇതൊരു ഹയർ ലോ ആയി, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇവിടെ വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടോപ്പിക് സ്ട്രാറ്റജിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജീനെ പറ്റി മനസ്സിലാക്കാം. ട്രേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഡൗ തിയറി എൻട്രി ചെയ്ത ഒരു ട്രേഡാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ട്രേഡിലോട്ട് എത്തിയതെന്നും എങ്ങനെയാണ് ഈ കൺഫർമേഷൻ എടുത്തതെന്നും നമുക്ക് ഈ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഡൗ തിയറി വെച്ചിട്ട് തുടക്കം നമ്മൾ പറയേണ്ടത് പ്രൈമറി, സെക്കൻഡറി, മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി, മൈനർ ട്രെൻഡ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ആദ്യം എൻട്രി എടുക്കാൻ നോക്കുമ്പോൾ
ട്രെൻഡ് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ട്രെൻഡ് മനസ്സിലാക്കണം. പ്രൈമറി ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം. പ്രൈമറി ട്രെൻഡ് ഒരു ബുള്ളിഷാണ്, നല്ലൊരു അപ്പ് ട്രെൻഡിലാണ് പ്രൈമറി ട്രെൻഡ് എന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാണ്ടിരിക്കുക, അപ്പ് ട്രെൻഡിൽ ഷോർട്ട് ചെയ്യാണ്ടിരിക്കുക. ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് സൈഡിലോട്ട് മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക മാക്സിമം. ട്രെൻഡ് കൺഫേം ചെയ്യുക ആദ്യം. ഒന്നാമത്തെ കാര്യം ട്രെൻഡ് കൺഫേം ചെയ്യുക, അതും മൾട്ടിപ്പിൾ ഇൻഡെക്സുകളിൽ നോക്കുക. ക്രിപ്റ്റോയിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BTC നോക്കുക, ഓൾട്ട് കോയിൻസ് നോക്കുക. ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇൻഡെക്സുകളിലാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 നോക്കുക, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി നോക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം രൂപം കിട്ടും അപ്പ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്നുള്ളത്. ട്രെൻഡ് റിവേഴ്സലിനെ ശ്രദ്ധിക്കുക. ഒരു അപ്പ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം അവിടെ ബൈ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. അവിടെ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കേണ്ടെന്ന് നോക്കണം. ഡബിൾ ടോപ്പോ ഹെഡ് ആൻഡ് ഷോൾഡറോ അങ്ങനെ എന്തെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ താഴത്തോട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു ട്രേഡിൽ എൻട്രി ചെയ്താലും അവിടെ നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്ത് ഇരിക്കണം നിർബന്ധമായിട്ടും. നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ ഒരു കാര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിൽ. നമ്മളെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ റിസ്കിനെ കൺട്രോൾ ചെയ്യാം. ഈ രണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും റിസ്കിനെ കൺട്രോൾ ചെയ്യുക. 2% കൂടുതൽ റിസ്ക് വെക്കാണ്ടിരിക്കുക ഒരു ട്രേഡിൽ. ഡൗ തിയറി ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ വോളിയം കൂടി ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കണം. പിന്നെ മറ്റുള്ള ഇൻഡെക്സുകളുടെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണം, മറ്റുള്ള ഇൻഡെക്സുകൾ ബുള്ളിഷ് ആണോ അല്ലെ ബെയറിഷ് ആണോ എന്നെല്ലാം ഒന്ന് കൺഫേം ചെയ്യണം. കോറിലേഷൻസ് നോക്കണം. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. എക്സാമ്പിളിലൂടെ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരെ ചാർട്ടിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രേഡ് നമ്മൾ എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ താഴെ ലോ, ഇവിടെ ഹൈ, മേളിൽ ഹൈ, ഇവിടെ ഹയർ ലോ, ഇത് ലോ, ഇത് ഹൈ, ഇത് ഹയർ ലോ. അപ്പോൾ ഇനി അടുത്ത മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹയർ ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ചെയ്യാം, അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നല്ലത് വന്നപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു എൻട്രി ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൻ്റെ ടാർഗറ്റ് എങ്ങനെ വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഞാൻ ടാർഗറ്റായിട്ട് ചൂസ് ചെയ്തത്. നമ്മൾ ഈ മാർക്കറ്റ് എങ്ങനെ പോയേക്കണമെന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാണ് പോയത്. മാർക്കറ്റ് കണ്ട് നേരെ താഴത്തോട്ട് പോന്നിട്ടുണ്ട്. ഈ ചാർട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് നാളുകളായിട്ട് ബുള്ളിഷാണ്. കുറച്ച് നാളുകളായിട്ട് ബുള്ളിഷാണ്. ഒരു ബെയറിഷ് ഫേസിലായിരുന്നു, അത് ബുള്ളിഷ് ഫേസിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായി. വീക്കിലി ചാർട്ടാണ്, ഒരു കറക്ഷൻ ഉണ്ടായി. അത് നമുക്ക് ഡെയിലിയിലോട്ട് ആക്കുമ്പോൾ നമുക്ക് കണ്ടോ ഒരു 3 ടച്ചുള്ള ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ ആംഗുലാർ ട്രെൻഡ് ലൈൻ, ഇവിടെ 3 ടച്ചസ് ഉണ്ട്. 1 2 3 ടച്ചസ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പോയേക്കണുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ല ബുള്ളിഷാണ്. ഇതിൻ്റെ പ്രൈമറി ട്രെൻഡ് അപ്പ് ട്രെൻഡാണ്. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായി, ആ കറക്ഷൻ കഴിഞ്ഞ് ഇത് ബുള്ളിഷ് ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. ആ കണ്ട ട്രെൻഡ് ലൈനാണ് ഇവിടെ ഈ കാണുന്നതാണ് ആ സെയിം ട്രെൻഡ് ലൈൻ. ആ ഡെയിലിയിൽ കണ്ട ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഹ്യൂജ് മൂവ്മെൻറ്റ് വന്നു. ഇതാണ് ഡൗ തിയറി കൊണ്ടെടുത്തൊരു എൻട്രി. ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യണ കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാൻഡിൽ ക്ലോസിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ ആ ട്രേഡ് ഇങ്ങനെ പോയേനെ. സിമ്പിൾ ഡൗ തിയറിയാണ്, പക്ഷേ മൂവ്മെൻറ്റ് കണ്ടോ. അത് ഡെയിലിയിലുള്ളൊരു ആംഗുലാർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഹ്യൂജ് മൊമെൻറ്റം വന്നത്. ഒരുപാട് നാളുകളായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു മൊമെൻ്റാണത്. അപ്പോൾ അവിടെ നല്ലൊരു ഹ്യൂജ് മൊമെൻറ്റം മാർക്കറ്റ് കാണിച്ചു. സൈഡിലോട്ടുള്ള ഒരു എൻട്രിയാണ് കണ്ടത്, ഒരു ബുള്ളിഷ് സൈഡിലോട്ടുള്ള ഒരു എൻട്രി. ഒരു അപ്പ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റിൽ ഡൗ തിയറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് നോക്കാൻ പോണത് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു എൻട്രി. സൈഡിലോട്ട് ഒരു ഹൈ ലോ, ലോവർ ഹൈ, ലോവർ ലോ എന്നുള്ള ഒരു നിലയ്ക്ക് വരുന്ന സ്ട്രക്ചറിൽ എങ്ങനെ ഒരു എൻട്രി പോവാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതൊരു ഡൗൺ സൈഡിലോട്ടുള്ള ബെയറിഷ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ലോ, ലോവർ ഹൈ, ലോവർ ലോ. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം തരുമെന്ന് നമുക്ക് ഡൗ തിയറി വെച്ചിട്ട് മനസ്സിലായി. 1 അവറിലോട്ട് പോകുന്നു. ആ 4 അവറിൽ കണ്ട സെയിം സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രി എടുത്ത് വെച്ചെങ്കിൽ ഇത്ര ഒരു മൂവ് കിട്ടിയാനെ. അപ്പോൾ അതാണ് നമ്മൾ ലോങ് ടേമിലുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹ്യൂജ് മൊമെൻറ്റം കിട്ടും. അത് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഡൗ തിയറിക്ക് ഉള്ള സെക്കൻഡ് എക്സാമ്പിൾ. ആ ക്യാൻഡിൽ ക്ലോസിൽ ഒരു എൻട്രി SLIൻ്റെ ഹൈ 1:80, സിംഗിൾ ട്രേഡിൽ 1:80. നമ്മളത് മനസ്സിലാക്കി ചെയ്തിരുന്നെങ്കിൽ 1:80 കിട്ടിയാണ് ആ ട്രേഡിൽ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ ഇനി തുടരെ വരും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ടോപ്പിക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, നമുക്കത് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.